മാനസിക രോഗത്തിന് കഴിക്കുന്ന മരുന്നുകൾ, അത് വളരെ കൂടുതലായിട്ട് ആളുകളെ ആത്മഹത്യ ചെയ്യിപ്പിക്കുന്ന മരുന്നുകളാണ്. മറ്റൊന്ന് പ്രോട്ടോൺ പമ്പ് ഇൻഹിബിറ്റേഴ്സ് എന്ന് പറയുന്ന ഗുളികകളാണ്. പ്രോട്ടോൺ പമ്പ് ഇൻഹിബിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ വ്യാപകമായി മനുഷ്യർ ഉപയോഗിക്കുന്ന ടാബ്ലറ്റ്സ് ആണ്. എന്തിനാണെന്നറിയാവോ? ഗ്യാസ് ട്രബിളിന്, നെഞ്ചരിച്ചിലിന്, അസിഡിറ്റിക്ക് ആളുകൾ മെഡിക്കൽ ഷോപ്പിൽ ചെന്ന് വാങ്ങുന്ന ഗുളികകളുണ്ട്. റാനിറ്റിഡിൻ, റാൻടാക് ഒക്കെ പറഞ്ഞിട്ടുള്ള നിരവധി ഗുളികകളുണ്ട്. റാൻടാക്ക് ചോദിച്ചിട്ട് സെൻടാക്ക് തന്നാൽ, സെൻടാക്ക് എന്ന് പറയുന്ന മാനസിക രോഗത്തിനുള്ള മരുന്ന. റാൻടാക്കും സെൻടാക്കും ഒരേപോലെ. മെഡിക്കൽ ഷോപ്പിലെ പയ്യൻ കേട്ടത് സെൻടാക്ക് എടുത്തു കൊടുക്കും. അല്ലെങ്കിൽ റാൻടാക്ക് പറഞ്ഞ് പോയി കിട്ടിയത് സെൻടാക്ക് കൊണ്ടൊന്ന് കൊടുത്താൽ നമ്മൾ ഇതൊന്നും നോക്കിയിട്ടല്ല, കിട്ടിയ ഗുളികയാണ് കഴിക്കുന്നത്. നമ്മുടെ നാട്ടിലെ ആളുകൾ അങ്ങനെയാണ്. ഇതൊക്കെ ഭയങ്കര ഔഷധമാണെന്നുള്ള വിചാരമാണ്. അത് മാനസിക രോഗത്തിനുള്ള മരുന്നാണ് സെൻടാക്ക്. അതും കൂടുതൽ ആത്മഹത്യ ചെയ്യിപ്പിക്കുന്നതാണ്. ഇനി ആത്മഹത്യ ചെയ്യിപ്പിക്കുന്ന മരുന്നുകൾ ആൻറ്റി കൺവൾസൻസ് ആണ്, അപസ്മാര മരുന്നുകൾ. ഇനി ഈ മരുന്നുകൾ തമ്മിൽ ഇൻ്ററാക്ഷൻ ഉണ്ട്, ഡ്രഗ് ഇൻ്ററാക്ഷൻ. മരുന്നുകൾ തമ്മിൽ പ്രതിപ്രവർത്തിക്കും. ഒരാൾ അസിഡിറ്റിയുടെ മരുന്ന് കഴിച്ചു, BP-യുടെ മരുന്ന് സ്ഥിരം കഴിക്കുന്നതാണ്. രണ്ട് മരുന്നും ആത്മഹത്യ ചെയ്യിപ്പിക്കാൻ സാധ്യതയുള്ളതാണ്. ഇപ്പോൾ രണ്ടും കൂടി കൂടിച്ചേർന്നാലോ? ഉറപ്പായിട്ടും. 3 മരുന്ന് ഒരുമിച്ച് ചേർന്നാലോ? ഗ്യാസ് ട്രബിളിൻ്റെ മരുന്നും BP-യുടെ മരുന്നും ഗർഭനിരോധന ഗുളികയും കൂടി കഴിച്ചാലോ? ഈ പൈലറ്റ് കഴിച്ച മരുന്നുകൾ, ഇയാൾ മരുന്ന് കഴിക്കുന്ന ആളാണെന്നുള്ളത് ഏതാണ്ട് ഉറപ്പാണ്. അതോടൊപ്പം അയാൾ ഒരു കോള കുടിച്ചിട്ടുണ്ടെങ്കിലോ? കോള കൂടവും മരുന്നും തമ്മിൽ ഭയങ്കരമായിട്ട് പ്രതിപ്രവർത്തിക്കും. ചായയായിട്ട് പ്രതിപ്രവർത്തിക്കും പല മരുന്നുകളും. കാപ്പിയായിട്ട്, കഫീനായിട്ട് പ്രതിപ്രവർത്തിക്കും. അച്ചാറായിട്ട് പ്രതിപ്രവർത്തിക്കും. പല പുതിയ ഭക്ഷണ സാധനങ്ങളിലും പ്രിസർവേറ്റീവ്സ് ചേർക്കും. ദീർഘകാലം ഇരിക്കണമല്ലോ. ആ പ്രിസർവേറ്റീവുകളും ഇതുമായിട്ട് പ്രതിപ്രവർത്തിക്കും, മരുന്നുകളായിട്ടും. അപ്പം മരുന്ന് ഉണ്ടാക്കുന്ന തകരാറ് മാത്രമല്ല, ദ ഇൻ്ററാക്ഷൻസ്, കോൺട്രാഇൻഡിക്കേഷൻസ്, ഇൻ്ററാക്ഷൻ വിത്ത് ഫുഡ്, ഇൻ്ററാക്ഷൻ വിത്ത് ഡ്രഗ് ആൻഡ് ഡ്രഗ്, ഇൻ്ററാക്ഷൻ വിത്ത് ലാപ്റ്റസ്, ഇൻ്ററാക്ഷൻ വിത്ത് ദ വെതർ കണ്ടീഷൻസ്. നിങ്ങൾ ടെട്രാസൈക്ലിൻ എന്ന് പറഞ്ഞൊരു മരുന്ന് കഴിച്ച് വെയിലത്ത് പോയാൽ നിങ്ങൾ മരിക്കാനുള്ള സാധ്യതയുണ്ട്, പൊള്ളിപ്പഴുക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ കാലാവസ്ഥയും ആയിട്ട് പോലും നിങ്ങൾ കഴിക്കുന്ന ഈ കെമിക്കലുകൾ നിങ്ങളുടെ ഉള്ളിൽ കിടന്ന് പ്രശ്നം ഉണ്ടാക്കും. അപ്പോൾ ഈ വിമാന അപകടം നല്ല സാധ്യതയുണ്ട് ആ പൈലറ്റ് അസുഖത്തിന് കഴിച്ചിരുന്ന മരുന്നുകളുടെ ഇൻ്ററാക്ഷനോ, മരുന്നിൻ്റെ സൈഡ് എഫക്റ്റോ, അല്ലെങ്കിൽ അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷനോ ആവാനുള്ള നല്ല സാധ്യതയുണ്ട്. അതുകൊണ്ട് മരുന്ന് കഴിക്കുക എന്നുള്ളത് പൈലറ്റായാലും എയർ ഹോസ്റ്റസ് ആയാലും യാത്രക്കാരായാലും വ്യാപകമായിട്ട് പൊതുവായിട്ട് ചെയ്തു വരുന്ന കാര്യമാണ്. അങ്ങനെ വേണമെന്നുള്ളതാണ്. രോഗമുണ്ടോ മരുന്ന് കഴിച്ചിരിക്കണം. മരുന്ന് വിമാന കമ്പനികളും സർക്കാരും ഇത് വളരെ ഗൗരവമായിട്ട് പരിഗണിക്കുകയും BP പൈലറ്റുമാർക്ക് BP ഉണ്ടെങ്കിൽ നമ്മൾ മാറ്റി കൊടുക്കാം, മരുന്നില്ലാത്ത രീതി മാറ്റി കൊടുക്കാം, നേച്ചർ ലൈഫിലേക്ക് വിട്ടാൽ മതി. ഈ BP-യും വെച്ച് അതിൻ്റെ മരുന്നും കഴിച്ച് ഫ്ലൈറ്റും പറത്തി ആത്മഹത്യ ചെയ്യിപ്പിക്കുന്ന കൂടുതലുള്ള ആളുകളെയും കൂടെ കൊല്ലുന്ന ഒരവസ്ഥയ്ക്ക് പകരം പൈലറ്റുമാർ മരുന്ന് കഴിക്കുന്നവരാവരുത് എന്ന് തന്നെ. ആയുർവേദ മരുന്ന് കഴിച്ചു എന്ന് കരുതി കുഴപ്പം വരുന്നില്ല. ഇനി വേണമെങ്കിൽ ഹോമിയോ മരുന്ന് കഴിച്ചു എന്ന് കരുതി വരുന്നില്ല. പ്രകൃതി ചികിത്സ ചെയ്താൽ ഒരു കുഴപ്പമില്ല. അവർ ഒരു ദിവസം 8 മണിക്കൂർ പറപ്പിക്കുന്നെങ്കിൽ 10 മണിക്കൂർ പറപ്പിച്ചാലും അവർക്ക് നന്നായിട്ട് ഫ്ലൈറ്റ് പറപ്പിക്കാൻ പറ്റും. ഇതുപോലുള്ള കുറേ കാര്യങ്ങളുണ്ട്. നമ്മുടെ നാട്ടിൽ തന്നെ എത്ര കൊച്ചു പിള്ളേരെ ആത്മഹത്യ ചെയ്യണത്. എന്തിനാ കൊച്ചു ആത്മഹത്യ ചെയ്തത്? മൊബൈൽ കാണുന്നതിന് അമ്മ വഴക്ക് പറഞ്ഞു, വേണമെങ്കിലൊരു കാരണം അതാ. TV കാണുന്നതിന് വഴക്ക് പറഞ്ഞു, കൊച്ചി ആരെയും ആത്മഹത്യ ചെയ്തു. പരീക്ഷയിൽ തോക്കുമെന്ന് പേടി വന്നു, ആത്മഹത്യ ചെയ്തു. ഇതുപോലുള്ള ഏതെങ്കിലും മരുന്നുകൾ കഴിക്കുന്നുണ്ടോ എന്ന് നോക്കേണ്ടതുണ്ട്.